എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. MD വാസുദേവൻ നായർ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. യുഗാന്ത്യം എന്നൊക്കെയാണ് മീഡിയാസ് പറയുന്നത്. ഓക്കെ, യുഗാന്ത്യം തന്നെ നമുക്ക് പറയാം. കാരണം മലയാള സാഹിത്യത്തില് ഒരുപാട് കോൺട്രിബ്യൂഷൻ MD വാസുദേവൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരുപാട് നോവലുകൾ ചെറുകഥകളാക്കിയിട്ട് ഒരു സമ്പന്നമായ ഒരു സാഹിത്യ മേഖല അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പൊ മലയാള സാഹിത്യത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുകയും പിന്നെ മലയാള സിനിമയിലേക്ക് വരുവാണെങ്കിൽ 7ഓളം സിനിമകൾ ഡയറക്റ്റ് ചെയ്യുകയും 54ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും ചെയ്ത വ്യക്തിയാണ് MD വാസുദേവൻ നായർ. അപ്പം സിനിമയ്ക്കായാലും ശരി, സാഹിത്യത്തിലായാലും ശരി, ഒരേ രീതിയിൽ നിറയെ കോൺട്രിബ്യൂഷൻ ചെയ്യുകയും അതെല്ലാം വലിയ വലിയ സൃഷ്ടികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിംഗ് ഫോർമാറ്റ് തന്നെ രൂപകൽപ്പന ചെയ്തത് MD പത്മരാജൻ എന്നാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സിനിമയായാലും സാഹിത്യമായാലും നിറയെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് MD വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ ഒരു യുഗാന്ത്യം എന്ന് പറയുന്നത് തെറ്റില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ആ വാർത്തകൾക്ക് രസകരമായ ഒരു വാർത്തകളൊന്നും വരുന്നില്ല. കാരണം അതുവരെ അദ്ദേഹം ജീവിച്ച് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള വീഡിയോസാണ് ഒരുപാട് വരുന്നത്. അദ്ദേഹം ജീവിച്ച് 91 വയസ്സ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അന്നേരം ഒന്നും ഒരു വാർത്തകളിലൊന്നും നിറഞ്ഞു നിൽക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം എപ്പോൾ മരിക്കും നോക്കിയിരിക്കുന്ന രീതിയിലാണ് പിന്നീട് അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയെ കുറിച്ചുള്ള ചർച്ചകൾ. അവരോട് നീതി പുലർത്തിയില്ല എന്നും അവരെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുറമെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, ആദ്യ ഭാര്യ 65 വിവാഹം കഴിച്ചു, പ്രമീള ടീച്ചർ 76 ഡിവോഴ്സായി, ഒരു 11 വർഷം ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷം മകളെ നൃത്തം പഠിപ്പിക്കാൻ വന്ന നൃത്ത അധ്യാപികയോട് ഇഷ്ടം തോന്നുകയും 77 അവരെ വിവാഹം ചെയ്തു. അവരുടെ പേര് കലാമണ്ഡലം സരസ്വതിയാണ്. അപ്പൊ ഈ 11 വർഷം കൂടെ ജീവിച്ച പ്രമീള ടീച്ചറിന്റെ കഥകളാണ് കൂടുതൽ MDയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ, അവരുടെ ജീവിത രീതികൾ, അവരുടെ എല്ലാം വ്യത്യസ്തമായിരിക്കും. കാരണം അവരൊരു റിയാലിറ്റി ആയിട്ട് ഒരുപാട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കണം. അവരെപ്പോഴും സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും പൊതുവെ. MDയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഫുൾ ടൈം എഴുത്തിന്റെ മേഖലയിലായതുകൊണ്ട് തലച്ചോറ് നിറയെ കഥാപാത്രങ്ങളും കഥകളും കഥകളുടെ ഘടനകളൊക്കെ ആയിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തന്റെ കൂടെ ജീവിതസഖിയായിട്ടിരുന്ന ഭാര്യനെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാണ്ട് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ 11 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് പ്രേമല ടീച്ചർ പടിയിറങ്ങി പോകുമ്പോൾ MD മറ്റൊരു സ്ത്രീയിലെ അഭയം തേടി എന്ന് അല്ലെങ്കിൽ ആ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു അഫയർ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു പോരായ്മയായിട്ട് ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിൽ വേറൊരു വ്യത്യസ്തമായ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ MDയുടെ രണ്ടാം വിവാഹമായ കലാമണ്ഡല സരസ്വതി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം 50 വർഷം ആ സ്ത്രീ അവരോടൊപ്പം ജീവിച്ചു. അപ്പൊ ഒരു 11 വർഷം കൂടെ ജീവിച്ച ഒരു സ്ത്രീയോട് ചെയ്ത അനീതി എന്ന രീതിയിൽ MDയെ ഭയങ്കര താറടിച്ച് കാണിക്കുകയും അത് 50 വർഷം MDയുടെ കൂടെ MDയെ മനസ്സിലാക്കിയോണ്ട് 91 വയസ്സ് വരെ, അതായത് MDയുടെ 91 വയസ്സ് വരെ ഒരു സ്ത്രീ കൂടെ താമസിക്കുമ്പോൾ ഇവിടെ സരസ്വതിയാണോ തെറ്റ്, അതോ പ്രമീളയാണോ തെറ്റ്, അതോ MD ആണോ തെറ്റ് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. എപ്പോഴും ഒരു വിവാഹം ചെയ്തു, ആ വിവാഹത്തിൽ ഒരു പരാജയം ഉണ്ടായി, അടുത്തൊരു വിവാഹത്തിലേക്ക് പോയി എന്ന് കരുതി അതൊരു വലിയ തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ MD ഒരു വർഷം, ഒരു 10 വർഷം കഴിയുമ്പോൾ സരസ്വതിനെ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകേണ്ടതാണ്. 50 വർഷം MDക്ക് അവരോടൊപ്പം ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ MDയെ മനസ്സിലാക്കാനും MDയുടെ രീതികൾ മനസ്സിലാക്കാനും പുള്ളിയുടെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാനും കലാമണ്ഡലം സരസ്വതി എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞുകൊണ്ടാണ് ഈ 50 വർഷം ഒരുമിച്ച് ജീവിച്ചത്. പക്ഷെ ആർക്കും അതൊന്നും കാണേണ്ട ആവശ്യമില്ല. അവർക്ക് എപ്പോഴും ആദ്യ ഭാര്യയെ ഒരു 11 വർഷം കൂടെ താമസിപ്പിച്ചതിന് ശേഷം ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു സ്ത്രീയിലേക്ക് എത്തിപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടം. അവരുടെ ഫാമിലി ലൈഫിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഒത്തിരി നമ്മൾ ഈ പുറമേന്ന് കാണുന്ന കഥകളുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഈ MD ചെയ്ത പ്രവൃത്തിയെ തെറ്റായിട്ട് കാണില്ല. മനുഷ്യർ അങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എനിക്കിത് MDയുടെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊരു പടം കണ്ടായിരുന്നു, തിയറി ഓഫ് എവരിത്തിങ്. അതിൽ സ്റ്റീഫൻ ഹാക്കിൻസിന്റെ ജീവിതകഥയാണ് ആ സിനിമ. ആ സിനിമയില് പുള്ളിക്ക് ചെറുപ്പത്തിൽ തൊട്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രണയിച്ച് അവർ പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അന്നേരം പറയുന്നുണ്ട്, പേരൻസ് ഒക്കെ പറയുന്നുണ്ട്, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവര് ഫ്യൂച്ചറിൽ ഈ പ്രശ്നം ഉണ്ടാകും, അപ്പൊ തീർച്ചയായിട്ടും അതൊരു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വെല്ലുവിളിയാവുമെന്ന് പറഞ്ഞാൽ പോലും പ്രണയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ സ്റ്റീഫൻ ഹോക്കിൻസിനെ കാമുകി സ്വീകരിക്കാനുണ്ടായി. പിന്നെ 30 വർഷത്തോളം ഒരുമിച്ച് ജീവിക്കുകയും സ്റ്റീഫൻ ഹോക്കിൻസിന് പിന്നീട് അസുഖങ്ങൾ കൂടി വരാൻ തുടങ്ങിയപ്പോൾ പുള്ളിയെ നോക്കാൻ വേണ്ടി പുറമേ ഒരാൾ വരികയും ആ ആളോട് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഭാര്യയ്ക്ക് ഒരു ഇഷ്ടം തോന്നുകയും അതിലൊരു കുട്ടിയാവുകയും ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഡിവോഴ്സ് ആവുകയും അവരവരെ സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. പിന്നീട് സ്റ്റീഫൻ ഹോക്കിൻസ് ഒരുപാട് ഉയർച്ചയിൽ എത്തിപ്പെട്ടു. എന്നൊരു സ്ത്രീ ജീവിതത്തിൽ കടന്നു വന്നു. 10-15 വർഷം അവരൊരുമിച്ച് ജീവിച്ചു. വലിയ ഉയരത്തിലേക്ക് സ്റ്റീഫൻ ഹോക്കിൻസ് എത്തിപ്പെട്ടു. ജീവിതം അങ്ങനെയാണ്. നമ്മള് പ്രണയങ്ങൾ ഉണ്ടായാലും ഇഷ്ടങ്ങൾ ഉണ്ടായാലും വേർപിരിയില്ല എന്ന് വാക്ക് കൊടുത്താൽ പോലും ഓരോ ഘട്ടങ്ങൾ കടക്കും തോറും ചിന്തകൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെട്ടതിനൊപ്പം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. MD എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമ്മൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടോ
അപ്പൊ ആ എഴുത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിന് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് ചുറ്റുപാട് അതിന് ഒരുപാട് ആവശ്യമായിട്ട് വരും. ആ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ തനിക്കൊരു പാർട്ണറെ കിട്ടിയപ്പോൾ 50 വർഷം ആ സ്ത്രീക്കൊപ്പം ജീവിക്കാനുള്ളൊരു മാനസികാവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇവിടെ MD കുറ്റം വേണ്ട ആവശ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 10-11 വർഷം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷം മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ഒരു ടീച്ചറോട് ഇഷ്ടം തോന്നിയിട്ട് അതൊരു അവീതമായി കൊണ്ടു നടന്നിട്ട് അത് പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ ഡിവോഴ്സ് ചെയ്ത് അവരുടെ കൂടെ പോകുമ്പോൾ അതുവരെ ഭർത്താവ് മകള് എന്ന രീതിയിൽ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിക്ക് അതൊരു വലിയ ഷോക്കായി മാറില്ലേ. അപ്പൊ അത് ഒരു തെറ്റായ പ്രവൃത്തിയാണ്. അവർ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ചിന്തകൾ, അവരെ ഏതൊക്കെ അവസരം എത്തിപ്പെടും എന്നൊന്നും ചിന്തിക്കാണ്ട് MD അങ്ങോട്ട് ഡിസിഷൻ എടുത്ത് തെറ്റാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം ചിന്തിക്കുമ്പോൾ പലരും പറയുന്ന കാര്യമുണ്ട്, ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണോ അത് ഒരാൾക്കാണെങ്കിലും മറ്റൊരാൾക്ക്, രണ്ടുപേർക്ക് ഒരുമിച്ചാണോ അല്ലെങ്കിൽ ഒരാൾക്ക് തോന്നുവാണെങ്കിൽ പോലും അത് തുറന്ന് പറഞ്ഞിട്ട് അത് വേർപിരിഞ്ഞ് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ജനറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റും. വേർപിരിയാണ്ട് അത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് കലാമണ്ഡലം സരസ്വതി ആയിട്ടൊരു ഇല്ലീഗൽ അഫെയറുമായിട്ട് MD തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. തുറന്നു പറഞ്ഞ് അവർക്ക് വേർപിരിഞ്ഞ് അവർക്കൊപ്പം പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മരണശേഷം അദ്ദേഹത്തെ താഴടിച്ച് കാണിക്കാനും കുറ്റപ്പെടുത്താനൊക്കെ ആയിട്ട് പല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കുറെ പേര് ആ റീച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ചോയ്സ്, ഞാൻ ഇഷ്ടപ്പെട്ടത് MD എന്ന് പറയുന്ന റൈറ്ററിനെ, അല്ലാണ്ട് പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യം. എനിക്ക് അദ്ദേഹത്തെ ഒരു സാഹിത്യകാരനായിട്ട് കാണുന്നു. അദ്ദേഹം എഴുതിയ നോവലുകളും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളും അദ്ദേഹം എഴുതിയ തിരക്കഥകളൊക്കെ അതെന്നെ സ്വാധീനിക്കുകയും അതെനിക്ക് ഒരുപാട് ചിന്തകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി എങ്ങനെ ജീവിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം പ്രസക്തമായ ഒരു കാര്യമല്ല. പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും വന്നിട്ടുണ്ടാകും. പുള്ളി പ്രശസ്തമായതുകൊണ്ട് ഇത് സംസാരിക്കുന്നത് മാത്രം. അപ്പൊ എന്നെ സംബന്ധിച്ച് MD എന്റെ മുന്നിൽ എഴുത്തുകാരനാണ്. പുള്ളിയുടെ സൃഷ്ടികൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വായിക്കുന്നു, വായിക്കപ്പെടുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു, അദ്ദേഹം പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയായിരിക്കും ഞാൻ വാശി പിടിക്കില്ല. ഒന്ന് മാത്രം പറയാനുള്ളൂ, വിവാഹം കഴിച്ചു, വിവാഹമോചിതരാകുന്നു, വീണ്ടും വിവാഹം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. 11 വർഷം കൂടെ ജീവിച്ചൊരു സ്ത്രീക്ക് പറയാനൊരു കഥയുണ്ടാവും. അതിനൊപ്പം തന്നെ 50 വർഷം കൂടെ ജീവിച്ച സ്ത്രീക്കും പറയാനൊരു കഥയുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അത് എടുത്തുകൊണ്ട് വന്ന് വീണ്ടും വീണ്ടും അത് മരിച്ച് മണ്ണിന്റെ നനവ് പോലും മാറുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തെ താറടിച്ച് കാണിക്കുന്നതിന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വന്നത്. ലോകത്താരും മഹാന്മാരൊന്നുമല്ല, മരിച്ചാലും ആരും വിശുദ്ധരാകുന്നുമില്ല. എല്ലാവർക്കും രണ്ട് മുഖങ്ങളുണ്ട്, നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അത് ഒരാൾ സെലിബ്രിറ്റി ആവണമെന്നോ അല്ലെങ്കിൽ ഒരാൾ സാധാരണ എല്ലാ മനുഷ്യനും നന്മയും തിന്മയൊക്കെ ഉള്ളതാണ്. മനുഷ്യർ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് കുറ്റപ്പെടുത്തലുകളോ പഴിചാരയുടെ ആവശ്യമൊന്നുമില്ല. പുള്ളി ഏത് മേഖലയിലാണോ പുള്ളി നിന്നിരുന്നത് ആ മേഖലയിൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷനിൽ നിങ്ങൾ എന്തിനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തെ അംഗീകരിക്കുക എന്നല്ലാണ്ട് അദ്ദേഹം ഇങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത് തെറ്റാണെന്നും നമുക്ക് ആർക്കും പറയാൻ റൈറ്റ്സ് ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും ഒരു വീഡിയോ ചെയ്യാൻ കണ്ടില്ല. പക്ഷെ മരണശേഷം എല്ലാവരും വീഡിയോസ് ആയിട്ട് വരുന്നു. അപ്പൊ ഈ 91 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുന്നേ ഇതൊക്കെ പറയാൻ പാടില്ല. അപ്പൊ അത് ഇച്ചിരി ചർച്ചയായിരുന്നു. അതൊന്നും ഇല്ലാണ്ട് ഇനി കുഴി കിടക്കണ MD എനിക്കൊന്നും ചെയ്യില്ലാത്തതുകൊണ്ടായിരിക്കാം എല്ലാവരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്റെ പേഴ്സണൽ ചോയ്സിൽ MD എന്ന് പറഞ്ഞ തിരക്കഥാകൃത്ത്, MD എന്ന് പറയുന്ന നോവലിസ്റ്റ്, MD എന്ന് പറഞ്ഞ ചെറുകഥാകൃത്ത്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. MD എന്ത് തന്നെയായാലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ MDയുടെ സൃഷ്ടികൾ അതെന്നെ സാധിച്ചിട്ടുണ്ട്. അത് മാത്രം മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നാണ്. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വന്നവരെ